രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സുൽത്താൻ ബത്തേരിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനം. രോഗബാധയുണ്ടായ നെന്മേനി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് പ്രത്യേക യോഗം ചേരുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉച്ചയ്ക്ക് ശേഷം ബത്തേരിയിൽ എത്തുന്നുണ്ട്. വീടുകളിലും മൂന്നിടത്തും നിർബന്ധമായും അനുവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ തുടങ്ങി കുറച്ച് പ്രോട്ടോകോൾസ് DMO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മീറ്റിങ്ങിൽ പങ്കുവച്ചു. ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് അവലോകന യോഗം നടക്കും. മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുക. കമൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. കമൽ, വലിയ ആശങ്കയുണ്ട് സ്വാഭാവികമായും ഇത്രയേറെ കുട്ടികൾക്ക് രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക്. നിലവിൽ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ആരോഗ്യ വകുപ്പ് വിലയിരുത്തുന്നത്? ഒപ്പം ടി സിദ്ദിഖ് അടക്കമുള്ള ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ളവർ എങ്ങനെയാണ് സ്ഥിതിഗതികളെ കാണുന്നത്? എന്തൊക്കെയാണ് മുൻകരുതലുകളായി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ? ശ്രീജ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പിച്ചു പറയുന്നു. കാരണം ജൂൺ 5 മുതലാണ് ഈ കോളിയാടി മാർബസേലിയസ് UP സ്കൂളിലെ കുട്ടികൾക്ക് ചില ലക്ഷണങ്ങൾ, പനിയും ഛർദിയും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ആ നമ്പർ വളരെ പെട്ടെന്ന് ഉയർന്നു തുടങ്ങിയതോടെ തന്നെ അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിച്ചത്. കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ആദ്യം തന്നെ ആരോഗ്യവകുപ്പ് എത്തിയത് കൊണ്ട് തന്നെ ചികിത്സ ആ രീതിയിൽ തന്നെ ആയിരുന്നു. ഇന്നലെയാണ് 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതെങ്കിൽ കൂടി നേരത്തെ തന്നെ ചികിത്സകൾ ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ശ്രീജ പറഞ്ഞതുപോലെ ആ നമ്പർ വളരെ ഉയർന്നതാണ്. 443 കുട്ടികളും 442 കുട്ടികളും ഒരു അധ്യാപികയും, അങ്ങനെ 443 പേർ ആ വിദ്യാലയത്തിൽ നിന്ന് മാത്രം സമാന ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിരുന്നു. അതിൽ 68 പേർ മാത്രമാണ് നിലവിൽ അഡ്മിറ്റായി ചികിത്സയിലുള്ളത്. അതിൽ 28 പേരും സർക്കാർ ആശുപത്രിയിലാണ്. ഇവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ്. 21 സാമ്പിളുകളാണ് ഷിഗല്ല പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ 2 എണ്ണത്തിന്റെ റിസൾട്ട് വന്നു, 2 പോസിറ്റീവാണ്. ഇനി 19 പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. എന്തായാലും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് യോഗം ചേർന്ന് നാളെ ഒരു സ്പെഷ്യൽ ഡ്രൈവിലൂടെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുകയാണ്. ഈ സ്ഥിരീകരിച്ച അല്ലെങ്കിൽ ലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെ പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ 35 ആദിവാസി വിദ്യാർത്ഥികൾക്ക് ലക്ഷണങ്ങളുണ്ട്. അവരുടെ ഉന്നതികൾ ST വകുപ്പ്, പട്ടികവർഗ വകുപ്പ് പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ശ്രദ്ധയും ഉണ്ടാകും. അത്തരത്തിൽ ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഒക്കെ പ്രത്യേക ശ്രദ്ധയുണ്ട്. മാത്രമല്ല ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ജാഗ്രതയും മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ്.